ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ആദർശിൻ്റെയും നയനയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ഇന്നത്തെ പ്രധാന വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും കാണുന്നത് പോലെയൊക്കെ തന്നെ ഉള്ളൂ. പ്രത്യേകിച്ച് ഇന്ന് ഒരു കാര്യവും നടന്നിട്ടില്ല. പിന്നെ നമ്മുടെ നന്ദു അനന്തപുരിയിലെത്തുന്നു. നയനയുടെ നിർദ്ദേശപ്രകാരമാണ് നന്ദു വരുന്നത്. അപ്പം നന്ദു വരുന്നതും അതിനെ തുടർന്ന് നമ്മുടെ അനന്തപുരിയിൽ കുറച്ച് പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാകുന്നു. പൊട്ടിത്തെറി ഉണ്ടാക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ജലജയും ദേവയാനിയുമാണ്. അപ്പം നന്ദു വന്നതും ജലജയ്ക്ക് കുരുപൊട്ടി. ജലജ പറയാൻ തുടങ്ങി, ഇവള് വന്നേക്കുന്നത് വേറെ ഒന്നിനുമല്ല, ഇനി എങ്ങനെയെങ്കിലും അനിയുടെ വിവാഹം മുടക്കണം. അനിയുടെ വിവാഹം മുടക്കിയിട്ട് അവൾക്ക് അനിയെ വിവാഹം കഴിക്കാനൊക്കെ ആയിരിക്കാം. അതുമല്ല ഏടത്തി, ഇവളെ പറഞ്ഞു വിട്ടേക്കുന്നത് അവിടെ ഒരു തള്ളയുണ്ടല്ലോ, മക്കളെ പണമുള്ള വീട്ടിലേക്ക് മാത്രം കെട്ടിച്ച് അയക്കൂ എന്ന് ശപഥം ചെയ്ത ആ വൃത്തികെട്ട തള്ള. ആ തള്ളയാ ഇതിനൊക്കെ കാരണം. ആ തള്ളയാ ഇതുങ്ങളെയൊക്കെ ഇങ്ങനെ വളർത്തി വഷളാക്കി ഇപ്പം ഇങ്ങോട്ടേക്ക് വിട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദു വലിയ കാര്യമായിട്ട് പ്രതികരിച്ചില്ല. കാരണം നന്ദു ഇപ്പം ആ ഒരു അവസ്ഥയിലാണുള്ളത്. പക്ഷേ ഇത് കേട്ട നവ്യയും നയനയും അടങ്ങിയിരുന്നില്ല. നവ്യയും പ്രതികരിച്ചു കേട്ടോ. നവ്യ പറഞ്ഞു, നിങ്ങളുടെ സ്വഭാവം അല്ല എൻ്റെ അനിയത്തിക്ക്, അവൾ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. നിങ്ങളല്ലേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, നിങ്ങളും നിങ്ങളുടെ മകനും നിങ്ങളുടെ സ്വഭാവം വിളിച്ചു കൂവിക്കൊണ്ടൊന്നും നടക്കണ്ട. എൻ്റെ അനിയത്തി എങ്ങനെയുള്ളവളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നിങ്ങനെ നവ്യയും പറഞ്ഞു കേട്ടോ. അതിനോടൊപ്പം തന്നെ നയനയും പറഞ്ഞു, ഒരിക്കലും നന്ദുവിനെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയണ്ട, അതും അനിയെക്കുറിച്ചും പറയണ്ട, എനിക്ക് രണ്ടുപേരെ നന്നായിട്ട് അറിയാവുന്നതാണ്, അവർക്കിടയിൽ ഫ്രണ്ട്ഷിപ്പ് അല്ലാതെ വേറൊരു ബന്ധവും ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ജലജയുടെ വായി തോന്നുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ജലജയുടെ സ്വഭാവം അറിയാമല്ലോ, ജലജ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പട്ടി ചലയ്ക്കുന്ന പോലെ ചലച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ദേവയാനി അങ്ങനെ പറയാറില്ല, പറയുമ്പോൾ ഒരു ഒന്നൊന്നര പറച്ചിലേ നമ്മുടെ ദേവയാനി പറയാറുള്ളൂ. അങ്ങനെ ദേവയാനി പറഞ്ഞു, എന്തൊക്കെയാണെങ്കിലും ഇവിടെ അച്ഛൻ മനസ്സിൽ വിചാരിച്ച, അച്ഛനെ സന്തോഷിപ്പിക്കാനാണ് എല്ലാവരും കൂടെ ഈ വിവാഹം നടത്താമെന്ന് വെച്ചത്. അത് നടക്കും, അത് നടക്കുകയേ ഉള്ളൂ. അനിയുടെ മനസ്സിലെ മാറ്റം എന്താണെന്നൊക്കെ ഇവിടെ എനിക്കറിയാം. പക്ഷേ പക്വതയും ആ ഒരു പ്രായവും എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പം വിവാഹം നീട്ടിവെക്കാനൊന്നും പറ്റില്ല അനി എന്നാണ് ദേവയാനി പറയുന്നത് അനിയോട്. ഏതായാലും ഈ ഒരു സംസാരമൊക്കെ കഴിഞ്ഞു. ഇതിന് ശേഷം നമ്മുടെ നന്ദു പറഞ്ഞു, നയനോട് പറഞ്ഞു, ഇനി ഇവിടെ ഞാൻ നിൽക്കുന്നില്ല ചേച്ചി, ഞാൻ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം വേറൊന്നുമല്ല, എന്തിനാ ഞാനിവിടെ നിന്ന് എല്ലാവരുടെയും വായിലിരിക്കുന്നത് കേൾക്കുന്നത്. പക്ഷേ എനിക്ക് ദേഷ്യം വന്നാൽ ചിലപ്പം ഞാൻ വല്ലതും വിളിച്ചു പറയും, അത് നിങ്ങൾക്കും ദോഷം ചെയ്യും, അതുകൊണ്ട് ഞാൻ പോവാന്ന് പറഞ്ഞു. അതിനിടയിൽ നമ്മുടെ നന്ദുവിനോട് കുറേ സംസാരിച്ചു കേട്ടോ അനി സംസാരിച്ചു. അനിയുടെ മനസ്സിൽ എന്താണെന്നറിയാൻ, നന്ദുവിൻ്റെ മനസ്സിൽ എന്താണെന്നറിയാൻ അനി പരമാവധി ശ്രമിച്ചു. പക്ഷേ മനസ്സിൽ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ അത് വെളിപ്പെടുത്തില്ല. അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ നന്ദു പോയി കഴിഞ്ഞപ്പോഴേക്കും നയന അനിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അല്ല അവൾക്ക് എന്തോ വിഷമങ്ങളൊക്കെ ഉണ്ട്, അതെനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ അവളുടെ മനസ്സിലെ വിഷമം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അവളെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയത് തന്നെ നിങ്ങൾ രണ്ടും കണ്ടുമുട്ടി കഴിയുമ്പോൾ അവളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്നോട് പറയൂ അനി, അത് ഓർത്തിട്ട് എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിച്ചപ്പം ഇല്ല, എന്നോടൊരു ഒന്നും പറഞ്ഞില്ല എടുത്തി, അവള് മനസ്സിൽ എന്താണെന്ന് എനിക്കറിയില്ല, എന്തോ വിഷമം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ എനിക്കറിയില്ല അവളുടെ മനസ്സിൽ എന്താണെന്ന്, എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പം ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറൊക്കെ ചെയ്യണ്ടേ അനി, അതല്ലേ ഈ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അല്ല, നിൻ്റെ മനസ്സിൽ ആരാണെന്നും എന്താണെന്നും നന്ദുവിന് അറിയാമോ, അത് പറഞ്ഞോ? ഹേയ്, ഒരിക്കലും ഞാനത് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യവും ചേച്ചിയോട് അനിയത്തി വന്ന് പറയുന്നതല്ലേ, അപ്പം ആ കാര്യവും ഈ ചേച്ചിയോട് വന്ന് പറയുന്നത് എനിക്കറിയാം, അതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നയന പറഞ്ഞു, അതെ അവൾ കുഞ്ഞിലേ മുതൽ അങ്ങനെയാണ്, എന്നോട് എല്ലാ കാര്യവും പറയും, എന്നോട് നന്നായിട്ട് അവൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അവളുടെ ക്ലാസ്സിൽ രാവിലെ മുതൽ അവളുടെ വൈകിട്ട് നടക്കുന്ന കാര്യങ്ങൾ വരെ അവൾ എന്നോട് ഓരോ മൈന്യൂട്ട് കാര്യവും അവൾ എന്നോട് വന്ന് പറയാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് നമ്മുടെ നയന അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനി ഇങ്ങനെ വിചാരിക്കുക, ഈശ്വര എല്ലാ കാര്യങ്ങളും ചേച്ചിയോട് തുറന്നു പറയുന്നതായിരുന്നു അവൾ, പക്ഷേ എന്തുകൊണ്ട് ഞാൻ മനസ്സിലുള്ള കാര്യം അവൾ തുറന്നു പറയുന്നില്ല, അതെന്തായിരിക്കാം അതിന് കാരണം എന്നിങ്ങനെ ചിന്തിച്ചിട്ട്, അതെ അതിന് വേറൊന്നും അല്ല കാരണം, ഇവിടെ പ്രശ്നം ഉണ്ടാകണ്ട എന്നോർത്ത് തന്നെ ആയിരിക്കാം, അവൾക്ക് ബുദ്ധിയും ബോധവും ഒക്കെ ഉള്ളൊരു പെൺകുട്ടിയാണ്, അപ്പോൾ അതുകൊണ്ടായിരിക്കാം പറയാത്തത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ. ഏതായാലും ഇപ്പോഴും നമ്മുടെ അനി അനാമികേനെ ഇഷ്ടപ്പെടുന്നില്ല. അനാമിക വിവാഹം കഴിച്ച് ഇങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോഴേക്കും നീ അവളെ ഇഷ്ടപ്പെട്ട് തുടങ്ങണം, ഒരു പെണ്ണിനെ അങ്ങനെ വേദനിപ്പിക്കരുത് എന്ന് നയന വേണ്ടുവോളം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം നയന ഇത് തന്നെയാണല്ലോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് സീനൊക്കെ കാണിക്കുന്നു. പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നന്ദു വീട്ടിൽ ചെന്നു. അപ്പം നന്ദു വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് നന്ദു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ, എനിക്ക് എന്താ, ഞാൻ മാറാൻ ശ്രമിച്ചിട്ടും എനിക്ക് മാറാൻ പറ്റുന്നില്ലല്ലോ ഈശ്വര, എന്താ എനിക്ക് സംഭവിച്ചത്, എൻ്റെ മനസ്സ് പതറിപ്പോയി. പക്ഷേ ഇനി അതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ഏതായാലും ഞാൻ ബോൾഡായിട്ട് തന്നെ പഴയ നന്ദുവായിട്ട് മാറണം,
അതാ എൻ്റെ ഇതിന് നല്ലത്, അത് തന്നെ എൻ്റെ ചേച്ചിമാരുടെ ഇതിന് നല്ലത്, ജീവിതത്തിന് നല്ലത്. ആ പഴയ നന്ദുവിനെ എനിക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന ആ ഒരു തീരുമാനത്തിൽ നന്ദു എത്തിച്ചേരുകയും പക്ഷേ നന്ദു വീണ്ടും വീണ്ടും തളർന്നു പോവുകയാണ് അനിയുടെ കാര്യം വരുമ്പോഴേക്കും കേട്ടോ. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചു കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നവ്യേനെ ആ ഒരു ആൾ വിളിച്ചായിരുന്നു, ആ ഫോട്ടോസൊക്കെ അയച്ച ആൾ. അതായത് നമ്മുടെ അബിയുടെ കൂടെ എപ്പോഴും ചുറ്റിക്കറങ്ങുന്ന നവ്യേനെ ട്രാപ്പിലാക്കാൻ നോക്കുന്ന ആ ഒരു പഴയ ഫ്രണ്ട് വിളിച്ചത് പ്രകാരം നവ്യ ചെന്നു. നിവർത്തിയില്ല, നവ്യയ്ക്ക് ചെന്നേ പറ്റൂ. അങ്ങനെ നവ്യ ചെന്ന് കഴിഞ്ഞപ്പോൾ നവ്യയുടെ വരവും കാത്തും ഇങ്ങനെ നിൽക്കുകയാണ്. ഇന്ന് നവ്യേനെ കണ്ട ഉടനെ ആ മൈ ഡാർലിംഗ് വന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. ഏതായാലും ഒത്തിരി നാളായി കണ്ടിട്ട്, എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു എന്ന പാട്ടൊക്കെ പാടിയാണ് ഇങ്ങനെ സ്വീകരിക്കുന്നത്. നവ്യ ചോദിച്ച് നിനക്ക് എന്താടാ വേണ്ടത്, നിനക്കിപ്പോൾ എന്താ വേണ്ടത്, നീ തുറന്നു പറയാൻ പറഞ്ഞു. എനിക്ക് വേണ്ടത് എന്താണെന്ന് പണ്ട് മുതലേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ, എനിക്ക് നിന്നെയാണ് വേണ്ടത്. പക്ഷേ നീ അത്രയ്ക്ക് ശരിയല്ല. കാരണം പുളിങ്കൊമ്പത്ത് പിടിക്കാനായിരുന്നു അന്ന് നിനക്കിഷ്ടം. എൻ്റെ കൈ കിടക്കുന്ന ചെയിനും മാലയും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നീ എന്താ ഓർത്തത്, ഞാൻ വലിയ ഏതോ കോടീശ്വരൻ്റെ മകനാണെന്ന്. പക്ഷേ സത്യം തിരിച്ചറിഞ്ഞ നീ എന്നെ ഉപേക്ഷിച്ചു. പിന്നെ എൻ്റെ കൂടെ അടിച്ചു പൊളിക്കാനുള്ള പൈസ ഇല്ലെന്നറിഞ്ഞപ്പം നീ എന്നെ ഉപേക്ഷിച്ച് പോയി. അതല്ലേ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പം അതൊക്കെ അന്ന് സംഭവിച്ച കാര്യങ്ങളല്ലേ. ഇപ്പം ഞാനൊരാളുടെ ഭാര്യ, അത് നിനക്കറിയാമോ? അറിയാമോന്നോ? നീ അനന്തപുരി തറവാട്ടിലെ അഭി എന്ന് പറയുന്ന അയാളുടെ ഭാര്യയല്ലേ? എനിക്കറിയാം, ഞാൻ എല്ലാ ചരിത്രവും ചികഞ്ഞെടുത്തിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അപ്പം നിനക്ക് അഭിനെ അറിയാമോ? പിന്നല്ലാതെ എനിക്ക് അഭിനെ അറിയാം. ഇതൊക്കെ ഞാൻ അഭിയോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ നവ്യേ. കാരണം നിൻ്റെ ജീവിതം, നീ ആഗ്രഹിച്ച നിൻ്റെ ജീവിതം കുട്ടിച്ചോറായി പോകും. അങ്ങനെ കുട്ടിച്ചോറായി പോകണോ അതോ നിനക്ക് ആ അനന്തപുരി തറവാട്ടിലെ റാണിയായിട്ട് ഇങ്ങനെ അഭിയുടെ ഭാര്യയായിട്ട് ജീവിക്കണോ? അങ്ങനെ നിനക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നീ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ വിളിക്കുമ്പോഴൊക്കെ നീ വരണം. ഞാൻ എവിടെ വിളിക്കുന്നോ അവിടെ നീ വരണം. എനിക്ക് തരേണ്ടതൊക്കെ നീ തരണം. അത് വേണം. അല്ലെങ്കിൽ പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ മൊത്തം വിളിച്ചു പറഞ്ഞ് പാട്ടാക്കും. പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. പിന്നെ ഒരിക്കലും നിനക്ക് അനന്തപുരി തറവാട്ടിലെ റാണിയായിട്ട് സമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നവ്യക്ക് പേടിയായി തുടങ്ങി കേട്ടോ. കാരണം നവ്യ ഒരിക്കലും എന്താ പറയുക, കള്ളത്തരം ചെയ്തപ്പം പിടിക്കുന്നുള്ള പേടിയില്ലായിരുന്നു. പക്ഷേ ഇത് കള്ളത്തരമല്ല, ഫോട്ടോസൊക്കെ സത്യം പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ്സ് ഒക്കെ ഫോട്ടോസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവമേ ഈശ്വര, എൻ്റെ വിധി എന്താ ഇങ്ങനെ, ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ഇനിയിപ്പം ഞാൻ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമോ? ചെയ്ത കുറ്റത്തിന് ഞാൻ ഇതുവരെ ശിക്ഷ അനുഭവിച്ചിട്ടില്ല, ഇനിയിപ്പം ചെയ്യാത്ത കുറ്റത്തിനായിരിക്കുമോ എന്നെ ശിക്ഷിക്കാൻ പോകുന്നത് എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചപ്പോഴത്തേക്കും അതെ, നീ ഇങ്ങോട്ട് നോക്ക്, ഞാൻ പറഞ്ഞതിന് നീ ഒരു ആൻസർ താ. നിനക്ക് നിൻ്റെ ഭർത്താവായിട്ട് അബീനെ തന്നെ വേണം, നീ അബീനെ ഭർത്താവാക്കിക്കോ. അതുപോലെ അനന്തപുരി തറവാട്ടിലെ മരുമകളായ റാണിയായി നീ ജീവിച്ചോ, നോ പ്രോബ്ലം, അതിന് എനിക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷേ എൻ്റെ ആഗ്രഹങ്ങൾക്കൊത്ത് നീ വഴങ്ങണം, എൻ്റെ ആഗ്രഹങ്ങൾ നീ സാധിച്ചു തരണം, എങ്കിൽ നമുക്ക് ഈ ഡീൽ ഇവിടെ ഉറപ്പിക്കാം എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ നവ്യയ്ക്ക് അങ്ങോട്ട് കാലു വന്നു കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും നവ്യ ഈ വക കാര്യങ്ങൾക്കൊന്നും വഷളത്തരത്തിനൊന്നും പോകാത്ത ഒരു വ്യക്തി തന്നെയാണ്. വിവാഹം കഴിഞ്ഞതിൽ പിന്നെ നമ്മുടെ നവ്യ വേറൊരു ആണിനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നൊന്നുമില്ല, അങ്ങനെ ഒരു സ്വഭാവമുള്ളൊരു സ്ത്രീയുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കേട്ടപ്പം സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. കഴുത്തിനിങ്ങോട്ട് കൂത്തിപ്പിടിച്ചിട്ട് എന്താടാ നീ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ആണെങ്കിൽ പെട്ടെന്ന് കലി വന്നു കേട്ടോ. പെട്ടെന്ന് കലി വന്നിട്ട് വിടറിയെന്ന് പറഞ്ഞു, അയാൾ പറഞ്ഞു വിടടിയെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും വിടാൻ നമ്മുടെ നവ്യയ്ക്ക് പറ്റുമോ? ഇത്രയും പറഞ്ഞോളൂ, നിനക്കറിയാമോ ഞാൻ അനന്തപുരി തറവാട്ടിലെ മരുമകളാണ്, എനിക്ക് എന്തും ചെയ്യാം, എനിക്ക് ഏതും ചെയ്യാൻ പറ്റും നിന്നെ. ഇപ്പം ഞാൻ പോലീസിനെ വിളിച്ചാൽ നിന്നെ പൊക്കിക്കൊണ്ട് പോകുമെന്ന് പറയുമ്പോൾ നീ പോലീസിനെ വിളിക്കടി. ഈ ഫോട്ടോ മാത്രമല്ല, ഇതിനും അപ്പുറമുള്ള ഫോട്ടോസും വീഡിയോസും എൻ്റെ കയ്യിലുണ്ട്, അതൊക്കെ എങ്ങനെ ഉണ്ടായിന്നൊന്നും നീ അറിയേണ്ട കാര്യമില്ല, അതുകൊണ്ട് കൈയെടുക്കാൻ പറഞ്ഞു. ഏതായാലും നവ്യ ആകെപ്പാടെ പേടിച്ചു വിറച്ച് നിൽക്കുകയാണ്. നവ്യയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റില്ലാത്തൊരവസ്ഥ. ഏതായാലും ഇനിയും നയന തന്നെയാണ് നമ്മുടെ നവ്യനെ സഹായിക്കാൻ പോകുന്നത്, വേറെ ആരുമില്ല. നവ്യ സത്യങ്ങളൊക്കെ ഓരോന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. താൻ ഒരിക്കലും തൻ്റെ അനിയത്തിയെ വെറുക്കാൻ പാടില്ല, അനിയത്തി കൂടെ ഉണ്ടെങ്കിൽ തനിക്ക് എല്ലാ വിജയവും കിട്ടും എന്നൊക്കെ അറിയാൻ പോവുകയാണ്. സത്യത്തിൽ നമ്മുടെ നവ്യയുടെ ഇന്നത്തെ ആ ഒരു ആറ്റിറ്റ്യൂഡും ഇന്നത്തെ ആ ഒരു സീൻസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മുടെ നവ്യ ഏകദേശം മാറിക്കഴിഞ്ഞു. വീട്ടുകാരെ പറഞ്ഞപ്പോൾ കൊള്ളുന്നുണ്ട്, നന്ദുവിനെ പറഞ്ഞപ്പോൾ കൊണ്ടു. അപ്പോൾ അതൊക്കെ നമുക്ക് ഏകദേശം ഇന്നത്തെ ആ ഒരു സീനിലൂടെയൊക്കെ മനസ്സിലാകും.
അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരിക്കുക. ഇന്നും വലിയ കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല, ഇത്രയൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നീട്ടി ഒത്തിരി വലിയ ഡയലോഗ് അടിച്ച് ബോറടിപ്പിക്കാതെ പറഞ്ഞത് കേട്ടോ. കാരണം ഒത്തിരി അങ്ങോട്ട് വലിച്ചു നീട്ടാനായിട്ടൊന്നുമില്ല. തന്നെയും പിന്നെയും പറയുന്ന കാര്യങ്ങൾ തന്നെ പറയുന്നുള്ളൂ. പ്രത്യേകിച്ചൊരു എന്താ പറയുക, ഒരു സംഭവം ആ വീട്ടിലിപ്പം നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നമുക്കും ബോറാകാൻ തുടങ്ങി, നിങ്ങൾക്കും ബോറാകാൻ തുടങ്ങി എന്നൊക്കെ നമുക്കറിയാം കേട്ടോ. എങ്കിലും കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയാണ് നമ്മളിത് കൊണ്ടുവന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അപ്പോൾ അടുത്ത വിശേഷവുമായിട്ട് കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ.